ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങാൻ കേട്ടോ വീഡിയോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്പുമാവേനി കേട്ടോ. പക്ഷെ നീക്കുട്ടിക്ക് ഇന്നലത്തെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഓള് ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മേറാജ് നോമ്പിന്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ആ ഒരു നോമ്പിന്റെ അന്നേനു ഹാജിക്കുട്ടന്റെ ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണതൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ കേക്കിന്റെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിക്ക് കയറ്റിയിട്ടുണ്ടേനു. അപ്പൊ രാവിലെ തന്നെ അയിമ പുണ്ണോക്കണ പണിയാണ് ഇവർക്ക് എല്ലാവർക്കും പാടെ. മെഹറാജിന്റെ അന്ന് നോമ്പ് നോറ്റത് ഞാനാണെങ്കിലും വൈകുന്നേരത്ത് ആ ഒരു തുറക്കണ സമയത്തുള്ള എണ്ണക്കടിയും ബിരിയാണിയും ഒക്കെ പാടെ കഴിച്ചുകൊണ്ട് കേക്ക് മര്യാദക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ ഒരുപാട് ആൾക്കാർ വിശ്വസ് പറഞ്ഞിനു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കേക്ക് കയ്പൊക്കെ കഴിഞ്ഞ് ഓല് രണ്ടാളും മദ്രസക്ക് പോയിക്കണം കേട്ടോ. പിന്നെ കുഞ്ഞിയ കാക്ക ഇവിടെ ചെറിയ കുട്ടീനെ ആ ഒരു കേക്ക് കൊണ്ടുവന്ന ആ ഒരു കാർഡ്ബോർഡിൽ ഇട്ടിട്ട് വലിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. മറ്റേ പാളിയിൽ ഇട്ടുകാണ്ട് വലിച്ചുകാണ്ട് ഇങ്ങനെ നടക്കുമല്ലോ നമ്മള് ചെറുപ്പത്തിൽ, അതേപോലെ. രാവിലത്തെ എൻ്റെ ക്ലീനിങ് ഡ്യൂട്ടീൻ്റെ ഇടയിലാണ് കേട്ടോ ഇമാതിരി ഡ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ ഞാനത് അവിടെ ഇട്ട് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ വേഗം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടി പെരയിലുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി ഓരോരോ പണിക്കൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പെയിന്റ് അടിയാണ് കേട്ടോ പരിപാടി. നമ്മളെ കുടിരിക്കലിൻ്റെ അന്ന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി കുറച്ച് പെയിന്റ് ഉള്ളതുകൊണ്ട് മൂപ്പർക്ക് ലീവുള്ള ദിവസം ആ ചളിയായോടത്തും അവിടെ ഇവിടെയൊക്കെ തൊടലും തേമ്പലും തട്ടലൊക്കെയാണ് മൂപ്പർക്കില്ല പരിപാടി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? ഞാനല്ലെങ്കിൽ ലീവുള്ള ദിവസം ഞാൻ എന്തെങ്കിലും പണി മൂപ്പർക്ക് കൊടുത്ത് ഇപ്പൊ പെരിയിൽ നിൽക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക എന്നുള്ള ആ ഒരു മെന്റാലിറ്റിക്ക് മൂപ്പരും വന്നിക്കണ്. അപ്പൊ മൂപ്പര് മാത്രം പണിയെടുത്താൽ പോരല്ലോ, ഞമ്മക്കൊരു പണി ഉണ്ടെന്ന് ഇവിടെ. എല്ലാരും അല്ല, കുറച്ച് ആളുകളൊക്കെ ഈ അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ പേര് കേട്ട് മേടിച്ചണ്ട. ഓ, പറയാൻ കുറച്ച് ഇതാണ്. ഈ ക്ലീൻ ചെയ്യണ ഈ ബ്രഷ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോയിൽ ആക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ബാത്റൂം ക്ലീൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സാധനം എടുക്കും വേണം. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് അതിന്റെ ബ്രഷുകൾ. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിലര് പറഞ്ഞു ഇത് വാങ്ങുമ്പോ ആ വേഷം ഉണ്ടാവും, പിന്നീട് അത് ഉപയോഗിക്കൂല എന്നുള്ളത്. പിന്നെ ഇതൊക്കെ നല്ല ഒരല്ല സ്ക്രബ്ബറാണ് കേട്ടോ. ഈ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ ഗ്യാസ് ഒരതിയിട്ടുണ്ടേന്. അതിന്റെ ചെറിയൊരു പണി എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. കാരണം ഗ്യാസ് നല്ല പോലെ വിര വീണിട്ടുണ്ടേന് കേട്ടോ. നമ്മൾ ഇത് നല്ല ഹെവി ആയിട്ടാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ നല്ല ഒരല്ല ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ വിര വീഴും കേട്ടോ. അപ്പൊ അത് ഞാൻ അന്നത് ശ്രദ്ധിക്കാതെ എൻ്റെ അടുത്തുനിന്ന് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പൊ ഒരല്ല സാധനങ്ങളൊക്കെ നല്ല ഒരല്ല ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരക്കുക ഈ ബ്രഷ് വെച്ചിട്ട്. ഇത് കാണും പോലെയല്ല, ആ ഒരു മെഷീൻ വെച്ചിട്ട് കറക്കുമ്പോൾ നല്ല പോലെ ഇങ്ങോട്ട് വര വീഴും കേട്ടോ. അപ്പൊ താൽക്കാലികം ഓനെ നമ്മൾ എടുക്കണില്ല. ഇന്ന് ഇവനാണ് നമ്മളെ താരം. ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് സാമഗ്രികളൊക്കെ ഒന്ന് രണ്ട് ബ്രഷ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനൊരു സംഗതി ഉണ്ട്. അതിമ ഒന്ന് വെച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. സംഗതി സെറ്റ്. പിന്നെ ഇതിനിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ കുറുക്കി കൊടുത്ത് നമുക്ക് നീട്ടി പിടിച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാക്കാന്റെ പെയിന്റ് അടി ഒരു തല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലികം നമുക്ക് നമ്മളെ ജനലൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ജനൽ അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട്. അജു ആണ് ഇത് ക്ലീനിങ്ങിന്റെ ആള് കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടാകുമ്പോൾ കുട്ടികളെയും ഈ പണിക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കൽ മാത്രമേ പണി ഉണ്ടായിട്ടുള്ളൂ. ഇനി ഓനാണെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ജനലിന് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും വെള്ളമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മതി. പിന്നെ വെള്ളം നല്ലപോലെ വൈപ്പ് ചെയ്ത് കിട്ടുമൊന്നുമില്ല, അത് കാര്യം തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് തുടച്ചെടുക്കാൻ നമ്മളെ മൈക്രോ ഫൈബറിന്റെ വേറെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോ നല്ല വെള്ളം ആക്കിയതുകൊണ്ട് ഈ ഒരു
ഇത് വെച്ചിട്ട് മാത്രം ഇങ്ങട്ട് ഇതായി കിട്ടൂല. അങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ പോന്ന് കിട്ടും. അങ്ങനെയൊക്കെ. അപ്പൊ ഓനങ്ങനെ ചെയ്യണ കണ്ടപ്പോ എനിക്കൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങിയതാണ് കേട്ടോ. ജനലൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല പൊടിയൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അതിനിപ്പോ ഒരു സ്റ്റൂളിന്റെ ആവശ്യമൊന്നുമില്ല. ഈ എക്സ്റ്റൻഷൻ ഉണ്ടായതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കി എടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഉപയോഗം. ആ പെയിന്റ് അടി കുറച്ചു നേരം ഉള്ളേന്. അത് കഴിഞ്ഞതാ മാറാലിട്ടാൻ ഇറങ്ങിക്കണ കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിക്കണതല്ല. മൂപ്പർക്ക് ലീവില്ല ദിവസം ഈ മൂപ്പര അവസ്ഥ എന്താ വെച്ചാല് ഇങ്ങനെ പണിയെടുത്ത് എടുത്ത് ശീലായിട്ടേ വെറുതെ ഇങ്ങനെ ഇരിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കും. അപ്പം നിന്ന് മാറാലാട്ടല്ലേ മൂപ്പര ഏറ്റെടുത്തിക്കണം കേട്ടോ. നനച്ചോളി പണിയൊന്നും ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. നമുക്ക് തുടങ്ങണം. അപ്പൊ തൽക്കാലം ഈ ബ്രഷ് മാറ്റിയിട്ട് ഞാൻ വേറെ ബ്രഷ് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ബ്രഷ് വെച്ചിട്ട് ബാത്റൂമിന്റെ ചുമരൊക്കെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കണത്. ഓൾറെഡി ബാത്റൂമിന്റെ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ അയക്കണ്. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെ കൈ വെച്ച് ഒരച്ചുണ്ടാക്കല്. അപ്പൊ ഈ ബ്രഷ് കിട്ടിയപ്പോ പിന്നെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ ഇത് ഈ ഒരു ബോഡി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ടച്ച് ചെയ്യരുത് എന്നൊക്കെ ഇതിന്മേൽ പ്രത്യേകം എഴുതിയിരിക്കണം കേട്ടോ. അതാ ഇതേപോലെ നിന്റെ ഈ ഒരു ഭാഗമൊന്നും വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ചെയ്യരുത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് പൈപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യരുത് എന്നൊക്കെ അയിമ എഴുതിയിരിക്കണം കേട്ടോ. ആ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കേടുവരൂല. അപ്പൊ ബാത്റൂം ഒന്ന് നമുക്ക് അത് വെച്ചിട്ടൊന്ന് ഉരച്ചു നോക്കാം. ബാത്റൂം ഈ ഉരക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റൂളൊന്നും വെച്ച് കയറി ഇതാക്കൊന്നും വേണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ ബാത്റൂം ഉരക്കുമ്പോഴും ഈ ഒരല്ല സ്ക്രബ്ബറുകളൊന്നും വെച്ചുകാണ്ട് ചെയ്യണ്ട. ഇതിന്റെ കൂടെ 2-3 സ്ക്രബ്ബറുകൾ ഉള്ളതൊക്കെ ഇങ്ങനെ മിനുസായിട്ടുള്ളതാണ്. ഇതൊരു സ്പോഞ്ചാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുണ്ട് ഒരു പഞ്ഞി പോലത്തെ സംഭവം. പിന്നെ വേറെ ഞാനിപ്പോ ജനൽ ക്ലീൻ ചെയ്തപ്പോൾ കാണിച്ചത് മൈക്രോ ഫൈബറിന്റെ സാധാ ക്ലോത്ത് ഇല്ലേ അത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ടൈലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരല്ല ബ്രഷൊക്കെ വെച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ അത് വേറെ വീഴും. അതിൻ്റെ ആ ഗ്ലേസിംഗ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ടൈലൊന്നും ആരും കമ്പിച്ചണ്ടിയൊന്നും ഇട്ട് ഉരയ്ക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഉരക്കലില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. കാരണം അത് നമ്മൾ സ്റ്റീലിന്റെ കുടുക്ക നമ്മൾ കമ്പിച്ചണ്ടിയൊക്കെ ഇട്ട് ഉരക്കുമ്പോൾ എന്താ അവസ്ഥ? സംഗതി നല്ല തെളിഞ്ഞ് കൂട്ടപ്പന് സുന്ദരപ്പനൊക്കെ ആകും. പക്ഷേ എടുത്ത് ചെല്ലുമ്പോൾ അതിനെ നമ്മൾ കമ്പിച്ചണ്ടി കൊണ്ട് വരച്ച വരയും കുറിയൊക്കെ അതുപോലെ അവിടെ കാണും. അതുപോലെ തന്നെയാണ് കേട്ടോ ടൈലിന്റെ അവസ്ഥ. അപ്പൊ ടൈലൊന്നും ഇതുപോലത്തെ നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈലൊന്നും നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് ഉരക്കാതിരിക്കണേക്കാരം നല്ലത്. ഒരല്ലേ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരക്കാണ്ടിരിക്കണേക്കാരം നല്ലത്. ഇതുപോലെ നമുക്ക് ഇതാ ഇങ്ങനെ ഇതാക്കിയിരിക്കട്ടോ. പിന്നെ വന്ന കമന്റ്സുകളെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഗ്യാരണ്ടി കിട്ടുമോ എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇത് അയച്ചു തന്ന ടീമിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കമന്റ്സിൽ വന്നിണ്. അപ്പൊ ഞാൻ എന്താണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങണേച്ചെങ്കിൽ ആമസോണിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടാൽ മതി. ഇത് എനിക്ക് പോലെ ആമസോണിൽ നിന്നാണ് കേട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓലോട് ചോദിച്ചപ്പോൾ ഓല അതാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടാൽ ഓല് അതിൻ്റെ ഇതുകൾ ശരിയാക്കി തരും എന്നാണ് ഓര് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പോൾ ആ കാർഡ് ഞാൻ കാണിച്ചു തന്നിരുന്നു ഇതിനെ കുറിച്ച് ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നു ഇതിൻ്റെ കൂടെ 1 ഇയർ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വാറണ്ടി കാർഡ് കളയാതെ വെക്കുക. അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറ്റുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഒരാൾ കമന്റ് ഇട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഇതാ വാങ്ങുമ്പോഴത്തെ ആവേശം ഉണ്ടാകുള്ളൂ, പിന്നെ അത് ഒരു മൂലൊക്കെ കിടക്കുകയാണ് എന്നുള്ളത്. സത്യം പറഞ്ഞാലേ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെയുള്ള സംഗതി മെഷീനുകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ശീലമല്ല ഞമ്മക്ക്. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യകതയും ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ തുടക്കത്തിൽ ആവേശങ്ങൾ വാങ്ങിയിട്ട് പിന്നെ നമുക്കൊരു മൂലക്കിടാനാണെങ്കിൽ നമ്മളത് വാങ്ങാതിരിക്കുക കാരണം നല്ലത്. കാരണം ഇതിന് വില ഉണ്ട്, 2800 സംതിങ് രൂപ ഉണ്ട്. അപ്പൊ അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് വെറുതെ വെള്ളത്തിലാക്കരുത്. പിന്നെ പ്രൊമോഷനാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഫുള്ള് തള്ളി പറയൊന്നുമല്ല. ഫുള്ളായിട്ട് ഉള്ളത് പോലെയാണ് പറയുന്നത്. നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെയൊക്കെ തുടച്ചെടുത്താലും അതിന്റെ മുകളിൽ നമുക്ക് ഒന്ന് കഷ്ണം വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തെങ്കിലുള്ളൂ നമുക്ക് ആ ഒരു കുറുസത്ത് വരുള്ളൂ കേട്ടോ. അത് ഉള്ള കാര്യമാണ്.
പിന്നെ നമ്മളെ മലയാളികൾക്ക് ഇതെങ്ങനെ ഉപകാരമാവും എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സോപ്പൊക്കെ തട്ടിയ കൈയിന് അലർജി ഇല്ല അങ്ങനത്തോൽക്കൊക്കെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. എന്നിട്ട് പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ വല്ല ക്ലോത്ത് ഒക്കെ ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കൂടെ ബാക്കിയുള്ള ബ്രഷുകൾ. അതൊന്നും ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് നാലുമാണ് ഇതിന്റെ ഒരല്ലേ സംഗതികൾ. പിന്നെ ഈ പറഞ്ഞ എനിക്കും ഈ ബ്രഷിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂത്തി തുടച്ചിരിക്കണതാണ്. ഞമ്മക്കിങ്ങനെ ശീലായി പോയി. അതുകൊണ്ട് ഇവരൊന്നും നമുക്ക് പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിനി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കൈ വഴക്കൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഈ 2 ബ്രഷുമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ബ്രഷ് നല്ലപോലെ സോപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ മതി. ഞമ്മളെ പണി കഴിഞ്ഞിട്ടും കാക്കാന്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാക്ക ഇതാ മാറാല തട്ടി തട്ടി ഇതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കണ്. എന്തിനാ ഇഞ്ചി പിന്നാലെ നടന്ന് വീഡിയോ എടുക്കണ പോ അവിടുന്ന് എന്നും പറഞ്ഞ് മൂപ്പര് ജനലടച്ച്. എന്നാ നമുക്ക് പോയാലോ, മൂപ്പര് പിന്നാലെ എടുക്കണ്ടല്ലേ. അങ്ങേർക്ക് വീഡിയോ എടുക്കുമ്പോ കുറവാടോ, അതാണ് വല്ലാണ്ട് ഇന്ന് വീഡിയോയിൽ വരാത്ത കേട്ടോ. അപ്പോ നമ്മളെ കഴുകാനുള്ള ബാക്കി 2 ബ്രഷും ഞാൻ അവിടെ എത്തിച്ച് ബാക്കിയുള്ള പോലെയൊക്കെ ഞാൻ അതേപോലെ കെട്ടിപ്പൂട്ടി പെട്ടിയിലാക്കി പാത്തിച്ചിക്കണം കേട്ടോ. ആ കമന്റ് ഇട്ട ആള് പറഞ്ഞതുപോലെ തന്നെ എന്റെ അവസ്ഥ തന്നെയാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കലില്ല, ഞാനിപ്പോ വല്ലപ്പോഴും എടുക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ കൊളത്തിടാൻ പറ്റിയ സാധനമാണ്. അത് ഇപ്പൊ തൽക്കാലികം ഞാൻ പീലറും ഗ്യാസിന്റെ തൂക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് എവിടെങ്കിലും ഞാൻ കൊളത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെറിയ സാധനം എടുത്തിട്ട് ഇത് പിന്നെ എനിക്ക് പിന്നൊരു ഉപയോഗത്തിന് കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലികം ഇവരെ നമുക്ക് ഭദ്രമായി പെട്ടിയിലാക്കി കെട്ടിപ്പൂട്ടി നമുക്ക് കട്ടിലിന്റെ ചോട്ടില് ലവനെ കാണാതെ സ്ഥലത്ത് പാത്തക്കാട്ടോ. ഇനി ആവശ്യമുള്ള സമയത്ത് പുറത്തെടുക്കാം. എന്തായാലും കാക്കാന്റെ മാറാല തട്ടലൊക്കെ കഴിഞ്ഞ് വന്നിക്കണ്. അപ്പൊ ഒരിത്തിരി ചായ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചിക്കണ്. അപ്പൊ നമുക്ക് ഒരിത്തിരി ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാട്ടോ. മാറാല തട്ടണം തട്ടണം എന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായിട്ട് എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം മാറാലൊക്കെ ഉണ്ടായിന്. ഏതായാലും ആ പണി ലാഭായി. ഹിപ്പച്ചി വേരിയിലുള്ള ദിവസം പിന്നെ ഓന് ഇപ്പച്ചിന്റെ അസിസ്റ്റന്റ് കാരട്ടോ. പിന്നെ ഓന് ഇഞ്ഞ അറിയന്നെ ഉണ്ടാവില്ല. ഞാൻ ഓന്റെ ഉമ്മയാണെന്ന് തന്നെ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഓന് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ എന്നേറ്റ് വലിയ ലോക്യത്തിനും എന്നേറ്റ് കമ്പനിക്കും ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ എന്റെ പിന്നാലെ ഞാനൊരു ചെമ്പട്ടി എടുക്കുകയാണെങ്കിൽ എന്റെ കൂടെ ചെമ്പട്ടിയും കുടിക്കൊക്കെ എടുത്തോണ്ടാവും. എന്നാ അതിനൊന്നുമില്ല കേട്ടോ. എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇങ്ങനെ നിക്കല്ലേ, പേനിങ്ങനെ വാരിത്തരാം അത് പൊട്ടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് എന്നോട് കൈ നീട്ടാൻ പറഞ്ഞതാണ് കേട്ടോ. പേന ഒഴികെ ബാക്കിയുള്ള എല്ലാരും കിട്ടിയിട്ടുണ്ടായിരുന്നു, പേനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് നോക്കി നിന്നോണ്ട് ഓനെന്നെ വന്നിട്ട് പിന്നെ പേനൊക്കെ അടിച്ച് പൊട്ടിച്ചു തന്നിട്ടുണ്ടായിനി ട്ടോ. അത് സെനിക്കുട്ടൻ മാത്രല്ല ട്ടോ, മറ്റുള്ള 2 ആളും എങ്ങനെയാണ്, ഓൽക്ക് ഇപ്പച്ചി കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇമ്മച്ചി. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ട്ടോ പലപ്പോഴും. പക്ഷെ അത് പറയുമ്പോ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയൊരു ഭാഗ്യാണത്, ഇപ്പാന്റെ കൂടെയുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. കാരണം ഒരു 5 വയസ്സ് വരെ ഇപ്പന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അന്നത്തെ ആ ഓർമ്മകളൊന്നും ഇന്ന് എനിക്കേറ്റല്ലേനു ട്ടോ. അപ്പൊ ഓല് ഇപ്പച്ചിനായിട്ടൊക്കെ എല്ലാ കൊഞ്ചലും കുഴയലൊക്കെ കാണുമ്പോ ഞാനും എന്റെ ആ ഒരു ബാല്യൊക്കെ ഇങ്ങനെ അയവറക്കാറുണ്ട്. ആ പോട്ടെ. പിന്നെ ഞാന് ഇന്നിപ്പോ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. ഇന്നലത്തെ ബിരിയാണി തന്നെ ബാക്കിയുണ്ടായിന് ട്ടോ. കാരണം ഞാന് പിന്നീട് അത് ചൂടാക്കി കഴിക്കുമ്പോ അതൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പൊ എന്താ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോ എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.